സംഖ്യകൾ പലവിധം. നിസർഗസംഖ്യകൾ ഓർ എണ്ണൽ സംഖ്യകൾ, അതായത് കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. അഖണ്ഡസംഖ്യകൾ ഹോൾ നമ്പേഴ്സ്. പൂർണ്ണസംഖ്യകൾ ഇൻറ്റീജേഴ്സ്. ഭിന്നകസംഖ്യകൾ റാഷണൽ നമ്പേഴ്സ്. അഭിന്നകസംഖ്യകൾ ഇറാഷണൽ നമ്പേഴ്സ്. രേഖീയ സംഖ്യകൾ റിയൽ നമ്പേഴ്സ്. അഭാജ്യസംഖ്യകൾ പ്രൈം നമ്പേഴ്സ്. ഭാജ്യസംഖ്യകൾ ഓർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. പരിപൂർണ സംഖ്യകൾ ഓർ അനക്കസംഖ്യകൾ പെർഫെക്റ്റ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. നിസർഗസംഖ്യകൾ ഓർ എണ്ണൽ സംഖ്യകൾ 1 മുതൽ ഇൻഫിനിറ്റി വരെ 1, 2, 3, 4 എക്സെട്ര. ഓട് ഒറ്റസംഖ്യകൾ, ഈവൺ ഇരട്ടസംഖ്യകൾ 1, 3, 5, 7 ഓട് ഒറ്റസംഖ്യകൾ 2, 4, 6, 8 എക്സെട്ര ഇരട്ടസംഖ്യകൾ. അഖണ്ഡസംഖ്യകൾ എന്ന് പറയുമ്പോൾ നിസർഗസംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 വരും. ആദ്യം 0യിൽ തുടങ്ങുന്നതായിരിക്കും അഖണ്ഡസംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഇവയുടെ തുക കാണുന്നതിനുള്ള ഇക്വേഷനാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ s ഈസ് ഈക്വൽ ടു n². ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ തുക s ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1. ആദ്യത്തെ അഖണ്ഡ സംഖ്യകളുടെ തുക s ഈസ് ഈക്വൽ ടു n ഇൻറ്റു n-1 ഡിവൈഡഡ് ബൈ 2. അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം എപ്പോഴും 0 ആയിരിക്കും. ചോദ്യത്തിൽ ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യ 0 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും ആൻസർ.